അനീസൽ, ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, കരുതുന്നത്. മുണ്ടക്കൈയിലെ ദുരന്തബാധിതരും എത്രത്തോളം പ്രതീക്ഷയോടെയാണ് ഇന്നത്തെ യോഗത്തെ ഉറ്റുനോക്കുന്നത്? ദിവ്യ, കഴിഞ്ഞ ഒരു 4.5 മാസമായി കടുത്ത പ്രയാസത്തിൽ കഴിയുന്ന ഒരു ജനതയാണ് മുണ്ടക്കൈ, അതുപോലെ തന്നെ പുഞ്ചിരിവട്ടം, അട്ടമല തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെയുള്ള ജനങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴെങ്കിലും സർക്കാരിൽ നിന്ന് അനുകൂലമായ ഒരു നടപടി ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പുനരധിവാസവുമായി ബന്ധപ്പെട്ട സ്ഥിരമായ പുനരധിവാസം, ഇപ്പോൾ താൽക്കാലിക പുനരധിവാസമാണ്, വാടക വീടുകളിലും ബന്ധുവീടുകളിലൊക്കെയാണ് കഴിയുന്നത്. അതിന് വാടക സർക്കാർ നൽകുന്നുണ്ട്. അത്രത്തോളം ആശ്വാസകരമാണ്. അതേസമയം ഇവർക്ക് സ്വന്തമായൊരു കൂര എന്നത് എല്ലാം ഉണ്ടായിരുന്ന ആളുകളാണ്. ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ, അതിൽ ജീവൻ നഷ്ടമായ ആളുകളുണ്ട്, ബന്ധുക്കൾ നഷ്ടമായ ആളുകളുണ്ട്, അതുപോലെ തന്നെ വീടും സ്വത്തും അതേപോലെ സ്ഥലങ്ങളെല്ലാം നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന ടൗൺഷിപ്പ് ഒരു പ്രതീക്ഷയായിരുന്നു. ആ ടൗൺഷിപ്പാണ് ഇപ്പോൾ നിയമ നൂലാമാലകളിൽ കുരുങ്ങിക്കിടക്കുന്നത്. ആ 2 സ്ഥലങ്ങളും കണ്ടെത്തിയ 2 സ്ഥലങ്ങളും ഏറ്റെടുക്കാൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. നിലവിലെ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് ഇനിയും മാസങ്ങൾ എടുക്കും എന്നാണ് മനസ്സിലാവുന്നത്. മറ്റേതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്താൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല. അതെല്ലാം കാര്യങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നിട്ടുള്ള, ഓൺലൈനായാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്. അതിനിടയിലാണ് ഇന്നലെ ഒരു കരട് പട്ടിക പുറത്തു വന്നത്, ഗുണഭോക്താക്കളുടെ ഒരു കരട് പട്ടിക പുറത്തു വന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആളുകൾക്ക് ഈ സന്നദ്ധ സംഘടനകളും വിവിധ രാഷ്ട്രീയ കക്ഷികളും പിന്നെ കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ഓഫർ ചെയ്തിട്ടുള്ള വീടുകളുണ്ട്. പല സംഘടനകളും, മുസ്ലിം ലീഗ്, കോൺഗ്രസ് ഒക്കെ 100 വീടുകൾ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നടപ്പിലാക്കാൻ ആ സംഘടനകൾക്കും ആ പാർട്ടികൾക്കും കഴിയാത്ത സാഹചര്യമുണ്ട്. സർക്കാർ ഇവർക്ക് വേണ്ട ഭൂമി ഏറ്റെടുത്ത് നൽകിയിട്ടില്ല എന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതെല്ലാം ആവുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ജനങ്ങളുടെ ഒരു പ്രതീക്ഷ, സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നതും ടൗൺഷിപ്പ്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ടൗൺഷിപ്പ് പ്രഖ്യാപനമായിരുന്നു. ഈ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചത് വലിയ ആഘോഷത്തോടു കൂടി നടത്തിയെങ്കിലും അതിൻ്റെ ഫലം ഇതുവരെയും അനുഭവവേദ്യമായിട്ടില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഭൂമി പോലും നിയമക്കുരുക്കിൽ കിടക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഗുണഭോക്താക്കളുടെ ഒരു പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. മേപ്പാടി പഞ്ചായത്ത് 510 പേരുടെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് നൽകിയപ്പോൾ ഈ സർക്കാരിൻ്റെ പ്രതിനിധിയായ മാനന്തവാടി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഈ കരട് പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ 388 എന്ന സംഖ്യയിലേക്ക് അത് ചുരുങ്ങിയിരിക്കുന്നു. ഇതിൽ തന്നെയും 100-ലധികം ആളുകൾ ഇരട്ടിയായി വന്നതാണ്. ശരിക്കും ഇത് കണക്കനുസരിച്ച് 288-ൽ താഴെയാണ്. 510 പേരുടെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് അവിടെ ഇരിക്കുകയാണ്. അത് തള്ളിക്കൊണ്ട്, അത് മേപ്പാടി പഞ്ചായത്ത് സ്വയം നിലക്ക് നൽകിയതുമല്ല, അത് സർവകക്ഷി യോഗം ചേർന്ന് എല്ലാവരുടെ കക്ഷികളുടെയും അഭിപ്രായം കേട്ട് പരിശോധന നടത്തിയതിന് ശേഷം നൽകിയ ഒരു റിപ്പോർട്ടാണ്. ഇതിൽ നിന്ന് ഈ പഞ്ചായത്തിനെ ഇരുട്ടത്ത് നിർത്തിക്കൊണ്ട് ഈ സ്ഥലം MLA ടി സിദ്ദീഖിനോട് കാര്യങ്ങൾ അന്വേഷിക്കാതെ സർക്കാർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിലപാടെടുത്തു, നടപടിയെടുത്തു എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. കെ രാജൻ, റവന്യൂ മന്ത്രി, അദ്ദേഹം പ്രതികരണമായി പറഞ്ഞത് ഇത് ഒരു കരട് പട്ടികയാണ്, 15 ദിവസത്തെ സമയം ഇനി ഇതിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുണ്ട് എന്നാണ് വസ്തുതയുമാണ്. ഒരു കരട് പട്ടിക വരുമ്പോൾ അതിൽ ആക്ഷേപങ്ങൾ ഉണ്ടാകും, അത് പരിഹരിക്കാൻ ഒരു 15 ദിവസത്തെ സമയം നൽകുക. പക്ഷേ ഈ വിശദീകരണത്തിൽ നിൽക്കാത്ത അത്രയും വലിയ പിഴവുകളുള്ളതാണ് ഈ പട്ടിക. ഒരു പ്രാഥമിക, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ ഒരു പട്ടിക രീതിയിൽ വലിയ പിഴവുകൾ, അത് വിമർശനത്തിനും പ്രതിഷേധത്തിനും ഒക്കെ ഇടയായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ അടിയന്തരമായി ഓൺലൈനായി മന്ത്രിസഭാ യോഗം ചേരുന്നത്. സൈഫ തുടരുന്നുണ്ട്. സൈഫ, പ്രധാനമായും ഗുണഭോക്തൃ പട്ടികയിൽ, പുനരധിവാസ പട്ടികയിൽ വന്ന പിഴവുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ കേരളം ഒന്നാകെ ചർച്ച ചെയ്തത്. വലിയ വിമർശനം ഇക്കാര്യത്തിൽ സർക്കാരിനെതിരെ ഉയർന്നു വരികയും ചെയ്തു. അക്കാര്യത്തിൽ സർക്കാർ പ്രതിക്കൂട്ടിൽ തന്നെയാണ്. അപ്പോൾ പ്രധാനമായി ഇന്നത്തെ യോഗത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊരു വലിയ അപാകത, പിഴവ് പട്ടികയിൽ സംഭവിച്ചു എന്നതുകൂടി ചർച്ചയാകില്ലേ? സ്വാഭാവികമായിട്ടും അത് ചർച്ചയാകും. അത് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞ പോലെ അതിനകത്ത് തിരുത്തൽ വരുത്തണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് തിരുത്തൽ വരുത്തും എന്നുള്ള നിലപാട് അത് തന്നെയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ജില്ലാ കളക്ടറോട് അതിനകത്ത് വിശദീകരണം തേടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന് ആ പട്ടിക തിരുത്തി അത് പൂർണ്ണതോതിൽ അർഹരായ ആൾക്കാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പട്ടിക തയ്യാറാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കാനുള്ള തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. സർക്കാർ വൃത്തങ്ങളുമായി നമ്മൾ സംസാരിച്ചിരുന്നു, യോഗം തുടങ്ങുന്നതിന് മുമ്പും സംസാരിച്ചിരുന്നു. അവർ വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട്. അവിടെ ജീവനോപാധി നഷ്ടപ്പെട്ട, അവിടെ ബന്ധുക്കൾ നഷ്ടപ്പെട്ട, വീട് നഷ്ടപ്പെട്ട
ഒരു മനുഷ്യനും ഏതെങ്കിലും തരത്തിൽ ആനുകൂല്യം കിട്ടാതെ ഈ പട്ടികയ്ക്ക് പുറത്തു പോകില്ല എന്ന ഉറപ്പ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെ പങ്കുവെക്കുന്നുണ്ട്. അതായത് പട്ടികയിൽ തിരുത്തൽ വരുത്തണം എന്നുള്ള ആവശ്യം അത് പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളതാണ്. അതിനകത്ത് വസ്തുതയുണ്ട്, ആ പട്ടികയിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന വസ്തുതയും നിലനിൽക്കുന്നുണ്ട്. അതെന്ത് സംഭവിച്ചു എന്നുള്ളത് മറ്റൊരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. അതേസമയം തന്നെ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള അവിടെ ദുരന്തബാധിതരായി ജീവിതമാർഗം ഇല്ലാതായി പോയി കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്. അവരുടെ ഒരാളുടെയും ഒരു മനുഷ്യൻ്റെയും ഏതെങ്കിലും തരത്തിൽ അവർ ഈ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു ആനുകൂല്യവും അവർക്ക് നഷ്ടമാകില്ല എന്ന ഉറപ്പ് സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. അതാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിവരം. അതിനകത്ത് എന്ത് തീരുമാനമാണ് എടുക്കുന്നത്, അത് അങ്ങനെ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ അത് എത്ര ദിവസത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കും, എന്താണ് അവരുടെ പദ്ധതി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. കാരണം ഇതിനകത്ത് സർക്കാർ വലിയ ഒരു പദ്ധതിയാണ് തയ്യാറാക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. അത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം എത്രത്തോളം ലഭ്യമാകുമെന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒരു വലിയ പദ്ധതിയുടെ കരട് രൂപം തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹായം വാഗ്ദാനം ചെയ്തവരുടെ യോഗം ഉടൻ ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ ഈ മന്ത്രിസഭാ യോഗത്തിന് പിന്നാലെ തന്നെ വരും ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് അവരെ കാണും എന്നാണോ അറിയുന്നത്? അതെ, അതിനൊരു കാര്യം കൂടിയുണ്ട്. അത് സർക്കാരിലെ ചില ആൾക്കാരുമായി ബന്ധപ്പെട്ട വാചകങ്ങൾ സൂചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് അവരിപ്പോഴും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. 2300 കോടിയോളം രൂപയുടെ പദ്ധതിയാണ് നമ്മൾ തയ്യാറാക്കി നൽകിയിരിക്കുന്നത്. പക്ഷേ അവരുടെ അനുകൂലമായൊരു നിലപാടുണ്ടായിട്ടില്ല. കേരളത്തിലെ എം പിമാർ ഒന്നാകെ ചേർന്നുകൊണ്ട് നിവേദനം നൽകിയിട്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിലോ മറ്റോ ഇതിന് അനുകൂലമായ ഒരു പ്രസ്താവന പോലും നടത്തിയിട്ടില്ല. SDRF-ൽ നിങ്ങൾക്ക് ഫണ്ടുണ്ടല്ലോ എന്ന ചോദ്യം മാത്രം ഉന്നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഇപ്പോഴും അവർ ആഗ്രഹിക്കുകയും അത് വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം കേരളത്തിൽ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം കൂടിയാണ് കേരളം. അതുകൊണ്ട് അങ്ങനെ ഒരു ഫണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പോയി ഈ വാഗ്ദാനം ചെയ്ത ആൾക്കാരുടെ സഹായം കൂടി ലഭ്യമായാൽ മാത്രമേ ഈ പദ്ധതി രൂപീകരണത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ പുനർനിർമ്മാണത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ എന്നൊരു വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് ഈ വാഗ്ദാനം ചെയ്ത ആൾക്കാരെ മുഖ്യമന്ത്രി തന്നെ കണ്ട് ഇതാണ് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി, ഇങ്ങനെ ഈ സ്ഥലങ്ങളിൽ ഇത്രയും വീട് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, ടൗൺഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ നിർമ്മിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ഈ വാഗ്ദാനം ചെയ്ത ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങാൻ വേണ്ടി ആ തീരുമാനം എടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ മറ്റ് ഈ പണസമാഹരണം, മറ്റിടങ്ങളിൽ നിന്ന് പണം സമാഹരിക്കാൻ കഴിയുമോ എന്നുള്ളത് കൂടി ആലോചനയുടെ ഭാഗമായി വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ദിവ്യ, എന്തായാലും മുണ്ടക്കൈ പുനരധിവാസം സംബന്ധിച്ച് ചർച്ച ചെയ്യാനായി പ്രത്യേക മന്ത്രിസഭാ യോഗം തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത്. വളരെ വേഗത്തിൽ തന്നെ പുനരധിവാസം മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. ഇതിനോടകം തന്നെ വലിയ വിമർശനങ്ങൾ ഗുണഭോക്തൃ പട്ടികയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. കേന്ദ്ര ഫണ്ട് ലഭിക്കും, അത് വളരെ വൈകാതെ തന്നെ കേരളം പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള തുക കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു അനുകൂല തീരുമാനം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് വസ്തുത. കേന്ദ്രത്തിന്റെ വിവേചനം ഈ നിമിഷവും തുടരുകയാണ്. അതിനിടയിലാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്. അപ്പോൾ നിർണായകമായ തീരുമാനങ്ങൾ തന്നെ മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊള്ളും എന്നാണ് അറിയുന്നത്. സെയ്ഫ് സൈനുദ്ദീനും ഒപ്പം ടി അനീസിലെയുമാണ് വിവരങ്ങൾ നൽകിയത്.